കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ ഭേദഗതി ചെയ്ത ഹർജി സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 2 വർഷത്തിൽ 3200 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് പദ്ധതിയിലൂടെ ഉറപ്പാക്കിയത്. 12.5 ലക്ഷത്തോളം പേർക്കാണ് മികച്ച ചികിത്സ ലഭ്യമാക്കിയതെന്നും ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മന്ത്രി വിശദീകരിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 20 സീറ്റും LDF വിജയിക്കണമെന്നതാണ് CPIയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ വിജയത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ശേഷിയും സമാഹരിച്ച് രംഗത്തിറങ്ങും. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ RSS BJP സർക്കാരിനെ താഴെ ഇറക്കിയേ മതിയാവൂ. ഉറങ്ങാൻ പോകുമ്പോൾ കോൺഗ്രസും ഉറക്കമെഴുന്നേൽക്കുമ്പോൾ BJPയുമാകുന്ന പ്രവണത ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറന്നുകൊണ്ട് ഒരു കാലഘട്ടം മുഴുവനും കോൺഗ്രസ് കാണിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ വൈകിട്ട് 4-നാണ് സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, പുതിയ മന്ത്രിമാരുടെ കുടുംബങ്ങൾ എന്നിവർ പങ്കെടുക്കും. LDF ധാരണ പ്രകാരം 2.5 വർഷം പൂർത്തിയാക്കിയ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിരുന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മക്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോവുകയായിരുന്നു. ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഗുമരിയ ബീവിയുടെയും ഖബറിടമുള്ള മക്ബറയിലാണ് മോഷണം നടന്നത്. പള്ളിയുടെ പിറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവരുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് മോഷണം നടന്നത്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ചുമലിൽ പിടിച്ചത്. മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചെന്ന് കാട്ടിയുള്ള പരാതിയിൽ 354A വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഗവർണർക്കെതിരെ കേരളം വീണ്ടും ഹർജി നൽകി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ മാർഗരേഖ വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. കേരളം നേരത്തെ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഹർജി പുതുക്കി നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പാലക്കാട് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 മരണം. പാലക്കാട് ജില്ലയിലെ മേലാർക്കാട് പുളിഞ്ചുവീടിന് സമീപത്താണ് അപകടം ഉണ്ടായത്. ബൈക്കിൽ യാത്ര ചെയ്ത നെന്മാറ കണിമംഗലം ചെന്നങ്കോട് പൊന്നുമണി, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം നടന്നത്. മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോട്ടയം കാണക്കാരയിൽ പാറക്കുളത്തിൽ കാറിനുള്ളിൽ നിന്നും മൃതദേഹം കണ്ടെത്തി. കൊണ്ടുക്കാല സ്വദേശി ലിജീഷ് ആണ് മരിച്ചത്. കാർ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് വീണതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെയാണ് പ്രദേശവാസികൾ പാറക്കുളത്തിൽ കാർ കണ്ടെത്തിയത്. കാറിന്റെ ഒരു ഭാഗം വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു. ഇത് കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഗതാഗത വകുപ്പ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയിൽ പ്രശ്നങ്ങളുണ്ട്, തൊഴിലാളികൾ പറയുന്നതിൽ കാര്യമുണ്ടെന്നും സഹകരിച്ചാൽ വിജയിപ്പിക്കാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ ബസ്സുകൾ കൂടുതലായി ഇറക്കുമെന്നും അത് വലിയ മാറ്റമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ വകുപ്പ് കിട്ടിയാൽ സന്തോഷമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഡൽഹി ഇസ്രയേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിൽ ആകെ 10 പേരെ ചോദ്യം ചെയ്ത് പോലീസ്. സ്ഫോടനത്തിന് തൊട്ടു മുൻപ് പ്രദേശത്തുണ്ടായിരുന്നവരുടെ പട്ടിക തയ്യാറാക്കിയെന്നും CCTV ക്യാമറകളിൽ നിന്നും പ്രദേശത്ത് ആക്റ്റീവായ സിം കാർഡുകളിൽ നിന്നുമാണ് ആളുകളെ കണ്ടെത്തിയതെന്നും പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30-ഓടെയാണ് ഡൽഹിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി അഗ്നിരക്ഷാസേനയ്ക്ക് സന്ദേശം ലഭിക്കുന്നത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.